ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ള ഭാഗമാണ്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ നമ്മൾ എന്താണ് ഇലക്ട്രോളിസിസ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഇലക്ട്രോളിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തലമാണ് ആക്ച്വലി ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്യുക അല്ലെങ്കിൽ കവർ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതിൻ്റെ വരുന്ന ചില കണ്ടീഷൻസും അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിന് ഉണ്ടാവുക, ഒരു ആനോഡ് അതുപോലെ തന്നെ ഒരു കാഥോഡ്. അപ്പോൾ ഇവിടെ കാഥോഡ് എന്നുള്ള മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ ആനോഡിൽ എന്താണോ എടുക്കുന്നത് അതാണ് ആക്ച്വലി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കോട്ട് ചെയ്യപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ നമ്മളിവിടെ ഒരു പിക്ചറിൽ തന്നിരിക്കുന്നത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഒരു കാഥോഡും അതുപോലെ ഒരു ആനോഡും ഉണ്ട്. ഇവ രണ്ടും നമ്മളൊരു ഇലക്ട്രോലൈറ്റിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് ഇലക്ട്രോഡ്സിനെയും നമ്മൾ ഒരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രോളിസിസ് എന്നുള്ള പ്രോസസ്സ് ഇവിടെ ഇലക്ട്രോലൈറ്റിൽ സംഭവിക്കുകയും ഇവിടെ കാഥോഡിൽ ഡിപ്പോസിഷൻ നടക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ആനോഡിൽ നമ്മൾ ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ആനോഡിൻ്റെ കുറഞ്ഞ ഭാഗം ഇവിടുന്ന് നഷ്ടപ്പെടുകയും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗം കാഥോഡിൻ്റെ മുകളിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തപ്പെട്ടതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു പ്രോസസ്സ് കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആനോഡിൻ്റെ കുറേ ഭാഗം നഷ്ടപ്പെടുകയും ആ ഭാഗങ്ങളെല്ലാം വന്ന് കാഥോഡിന് ചുറ്റും ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആനോഡായിട്ട് എടുത്തിരിക്കുന്നത് കോപ്പറാണ്. അപ്പോൾ ഈ കോപ്പർ നമ്മൾ ആനോഡായിട്ട് എടുത്തപ്പോൾ ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് എടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അതൊരു റിലേഷനാണ്. അതായത് നമുക്ക് കാഥോഡിനെ എന്ത് മെറ്റൽ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് എടുക്കുകയാണെങ്കിൽ ആ മെറ്റൽ കണ്ടൻ്റ് ഉള്ള സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കേണ്ടത്. കാരണം ഈ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രോലൈറ്റിലുള്ള കണ്ടൻറ്റ്, അതായത് ഇലക്ട്രോലൈറ്റിലുള്ള കോപ്പറിൻ്റെ അയൺസ് അവിടെ ഇവിടെ കാഥോഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ കോപ്പറിൻ്റെ അയോൺസ് ഉള്ള ഇലക്ട്രോലൈറ്റിലാണ്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിലുള്ള കോപ്പർ അയോൺസ് ആണ് ഇവിടെ കാഥോഡിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ ആരും പ്രൊവൈഡ് ചെയ്യാനില്ല എങ്കിൽ ഇവിടെ തീർന്നു പോകും. അതായത് ഇലക്ട്രോലൈറ്റിലുള്ള കണ്ടൻറ്റ് തീർന്നു പോകും, കോപ്പർ കണ്ടൻറ്റ് തീർന്നു പോകും. പക്ഷേ അത് ഒരിക്കലും ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നില്ല. കാരണം ആനോഡ് കണ്ടിന്യൂസ് ആയിട്ട് കോപ്പറിനെ ഇലക്ട്രോലൈറ്റിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ Cu2+ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ആനോഡ് എപ്പോഴും ഇവിടെ ഇലക്ട്രോലൈറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെയിൻ്റനൻസ്, അതായത് ആനോഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിലുള്ള കോപ്പറിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിലുള്ള മെറ്റൽ കണ്ടൻറ്റിൻ്റെ ഒരു മെയിൻ്റനൻസ് നടത്തുന്നത് ഇവിടെ ആനോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാഥോഡിൻ്റെ മുകളിൽ എന്ത് മെറ്റലാണ് കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് എടുക്കുകയും ആ കണ്ടൻറ്റുള്ള സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് സക്സസ് ആയിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര മാത്രമേ ഓർത്ത് വെക്കേണ്ടതുള്ളൂ. അതായത് ഡിപ്പോസിഷൻ ഓഫ് എ മെറ്റൽ കോട്ടിംഗ് ഓൺ എ മെറ്റാലിക് ഓർ അതർ കണ്ടക്റ്റീവ് സർഫേസ്. അതായത് ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ പല പർപ്പസുകൾക്ക് ഉപയോഗിക്കാം. അതായത് നമുക്കൊരു കാണുമ്പോൾ ഒരു നല്ലൊരു അട്രാക്റ്റീവ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇൻഫീരിയർ മെറ്റൽസ്, അതായത് അത്ര നല്ല ക്വാളിറ്റി ഇല്ലാത്ത, നമുക്ക് അത്ര പർപ്പസ്ഫുൾ അല്ലാത്ത ഒരു മെറ്റലായിരിക്കും നമ്മൾ ഇവിടെ കാഥോഡായിട്ട് എടുക്കുകയും അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഒരു കോസ്റ്റ്ലി മെറ്റലായിരിക്കണം, അതായത് ഗുഡ് ക്വാളിറ്റി മെറ്റലായിരിക്കണം നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സിൽവർ, നിക്കൽ, ഗോൾഡ്, അയൺ, അങ്ങനത്തെ ഇതിലുള്ള മെറ്റൽസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്
അതിനെ കൂടുതൽ നല്ല ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊട്ടക്ഷനോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല മെറ്റലിനെ ആനോഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കാഥോഡ് എപ്പോഴും ഇൻഫീരിയർ മെറ്റലും ആനോഡ് സുപ്പീരിയർ മെറ്റലും ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ, ദ ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ് ഈസ് മെയ്ഡ് കാഥോഡ്. അതായത് എന്ത് മെറ്റലിനെയാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റലിനെ നമ്മൾ കാഥോഡായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കാഥോഡിൻ്റെ മുകളിലാണ് കോട്ടിംഗ് വരുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത്, ആനോഡ് ഈസ് യൂഷ്വലി ദ മെറ്റൽ ബീങ് പ്ലേറ്റഡ്. അതായത് എന്ത് മെറ്റൽ കൊണ്ടാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത് ആ മെറ്റലിനെയാണ് നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ചെമ്പിൻ്റെ മുകളിലൊരു ഗോൾഡാണ് നമ്മൾ കവർ ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ചെമ്പ് അവിടെ കാഥോഡും അതിന് മുകളിൽ കവർ ചെയ്യപ്പെടുന്ന ഗോൾഡ് ആനോഡും ആയിരിക്കും. ഓക്കെ, ഇനി ആനോഡിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എന്താണ്, ഇലക്ട്രോലൈറ്റിലുള്ള ആ ഒരു മെറ്റലിൻ്റെ കണ്ടൻറ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെൻട്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സൊല്യൂഷനിലുള്ള മെറ്റൽ കണ്ടൻറ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് ആനോഡ് ചെയ്യുന്നത്. ഇനി എപ്പോഴും ആ ഒരു മെറ്റൽ സർഫേസ് എന്ന് പറയുന്നത് കാഥോഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏത് മെറ്റലാണോ നമ്മൾ കോട്ട് ചെയ്യപ്പെടേണ്ടത് ആ മെറ്റലിൻ്റെ സർഫേസ് എപ്പോഴും ക്ലീൻഡ് ആയിരിക്കണം. അതായത് കെമിക്കലി ക്ലീൻഡ് ആയിരിക്കണം. കാരണം അവിടെ ഒരു ഡിപ്പോസിഷന് പുറമേ മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കാനോ അല്ലെങ്കിൽ മറ്റൊരു പ്രോസസ്സ് നടക്കാനോ അവിടെ സാധ്യമാകാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ കെമിക്കലി ക്ലീൻഡ് സർഫേസ് ആയിരിക്കണം നമ്മൾ മെറ്റലിന് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്നത്. അതായത് അവ ഡേർട്ടിൽ നിന്നും അതുപോലെ റസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഗ്രീസി സർഫേസിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള ക്ലീൻഡ് ആയിട്ടുള്ളൊരു സർഫേസ് ആയിരിക്കണം കാഥോഡിന് ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് രണ്ട് ആനോഡിനെയും കാഥോഡിനെയും നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോലൈറ്റിലുള്ള മെറ്റലായിരിക്കും, ഇലക്ട്രോലൈറ്റിൽ എത്രമാത്രം മെറ്റൽ കണ്ടൻറ് ഉണ്ടോ ആ മെറ്റൽ കണ്ടൻറ് ആയിരിക്കും കാഥോഡിന് മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ കറണ്ട് റിക്വയർഡ് ഫോർ പ്ലേറ്റിംഗ് ആണ്. നമ്മൾ സാധാരണ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് യൂസ് ചെയ്യാറുള്ളത് DC കറണ്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ തന്നെ വോൾട്ടേജ് 1 വോൾട്ട് തൊട്ട് 16 വോൾട്ട് വരെ നമുക്ക് വേരി ചെയ്ത് കൊടുക്കാം. ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മെറ്റലാണ് കോട്ട് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ വോൾട്ടേജ് നമുക്ക് വേരി ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് എത്രമാത്രം മാസ് ഡിപ്പോസിറ്റ് ആയി എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് M=Z(IT). അവിടെ നിന്ന് നമുക്ക് എത്ര ടൈം എടുത്തു അല്ലെങ്കിൽ എത്രമാത്രം ടൈം ആ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താനായിട്ട് നമ്മൾ എടുത്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് M എത്രമാത്രം മാസ് ഡിപ്പോസിറ്റഡ് ആണ്, അതുപോലെ I കറണ്ട് ടേക്കൺ, അതുപോലെ Z എന്ന് പറയുന്നത് ആ മെറ്റലിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റും ആണെങ്കിൽ നമ്മൾ എത്ര ടൈം എടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ T=M/IZ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതായത് നമുക്ക് 111.83 മില്ലിഗ്രാം സിൽവർ ഒരു കാഥോഡിന് മുകളിൽ 3 മിനിറ്റും 20 സെക്കൻഡും എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്തു എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിന് എടുത്ത കറണ്ട് 0.5 ആംപിയർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ഓഫ് സിൽവർ, അതായത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ഓഫ് സിൽവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഇക്വേഷൻ ഇതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് M=Z(IT) എന്നുള്ള ഇക്വേഷനിൽ നിന്ന് Z=M/I(T) എന്നറിയാം. അപ്പോൾ ആ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Z-ൻ്റെ വാല്യൂ 1.1183 mg/coulomb എന്ന് നമുക്ക് കിട്ടും. ഇനി കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ്. അതായത് ഒരു മെറ്റലിനെ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ കാഥോഡായിട്ട് വെച്ചിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ഇലക്ട്രോപ്ലേറ്റിങ്ങിലാണെങ്കിലും കണ്ടതാണ്. അതായത് ആനോഡിൻ്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടിട്ടാണ് ആനോഡിൻ്റെ കുറേ ഭാഗം നഷ്ടപ്പെട്ടിട്ടാണ് കാഥോഡിലേക്ക് വരുന്നത്. അപ്പോൾ കാഥോഡിന് ഇവിടെ ഒരു കുഴപ്പമില്ല അല്ലേ, കാഥോഡ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും ആനോഡാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലത്തെ പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ
പറയുന്നത്, അതായത് കാഥോഡിക് പ്രൊട്ടക്ഷനിൽ പറയുന്നത് കാഥോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, കാഥോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആനോഡ് മെറ്റലിനെ കൊടുക്കുക. ആനോഡ് മെറ്റലും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ആനോഡിൻ്റെ പ്രത്യേകത ഇവിടെ എന്തായിരിക്കും? പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കുന്ന മെറ്റലായിരിക്കും നമ്മൾ ആനോഡായിട്ട് കൊടുക്കുന്നത്. അതായത് ആനോഡിൽ എപ്പോഴും പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും അവിടെ കൊറോഷൻ സംഭവിച്ച് അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയും നശിക്കുകയും ചെയ്യും. പക്ഷേ ആ സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത കാഥോഡിന് ഒരു കുഴപ്പമില്ലാതെ അത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത രീതിയിൽ നിലനിൽക്കുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു കൺട്രോൾ ദ കൊറോഷൻ ഓഫ് മെറ്റൽ സർഫേസ് ബൈ മേക്കിംഗ് ഇറ്റ് ആസ് കാഥോഡ് ഓഫ് ദ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. അതായത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ കാഥോഡ് ആക്കി വെച്ചിട്ട് ഒരു മെറ്റലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ രീതിനെയാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതായത് ആനോഡായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു സാക്രിഫിഷ്യൽ മെറ്റലായിരിക്കും. അതായത് പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കുന്ന മെറ്റലായിരിക്കും നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നത്. അതായത് സാക്രിഫിഷ്യൽ മെറ്റൽ ദെൻ കൊറോഡഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രൊട്ടക്റ്റഡ് മെറ്റൽ. അതായത് പ്രൊട്ടക്റ്റഡ് മെറ്റലിന് പകരം അവിടെ കൊറോഷൻ സംഭവിക്കുന്നത് ആനോഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാക്രിഫിഷ്യൽ മെറ്റലായിരിക്കും. അപ്പോൾ അവിടെ കാഥോഡ് പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ പല മേഖലകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്യൂവൽ പൈപ്പ് ലൈന്, അതുപോലെ സ്റ്റീൽ വാട്ടർ, അതുപോലെ സ്റ്റോറേജ് ടാങ്ക്സ്, വാട്ടർ ഹീറ്റർ, ഇത്തരത്തിൽ, അതുപോലെ ഓയിൽ പ്ലാറ്റ്ഫോം, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഒരു മെത്തേഡ് മെറ്റൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഗാൽവനൈസ്ഡ് സ്റ്റീലിൽ ഒക്കെയാണ് നമ്മൾ കോട്ടിംഗ് ഓഫ് സിങ്ക് ഓൺ സ്റ്റീൽ പാർട്ട് ഓഫ് പ്രൊട്ടക്ഷൻ. അതായത് നമ്മൾ സ്റ്റീൽ പാർട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ക് കോട്ടിംഗ് കൊടുക്കുന്നത്, സ്റ്റീൽ പാർട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് കോട്ടിംഗ് കൊടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ രീതിയാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റീലിന് മുകളിൽ സിങ്ക് വെച്ച് കോട്ട് ചെയ്ത് ആ സ്റ്റീലിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീലിന് പെട്ടെന്ന് ഒരു റസ്റ്റ് നടക്കില്ല. അതായത് അവിടെ ഒരു കൊറോഷൻ എന്നുള്ളൊരു പ്രശ്നം പെട്ടെന്ന് സ്റ്റീലിനെ ബാധിക്കില്ല. ഇനി നിക്കൽ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമ്മൾ അതായത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നിക്കലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നിക്കൽ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു തന്നിരിക്കുന്ന ഫിഗറിൽ നിക്കലിനെ ആനോഡായിട്ടും അതുപോലെ ഏത് മെറ്റലാണോ നമുക്ക് കോട്ട് ചെയ്യപ്പെടേണ്ടത്, ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ്, അതിനെ നമ്മൾ കാഥോഡായിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി വെച്ച് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് നിക്കൽ ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ആ നിക്കൽ ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റിൽ ഇലക്ട്രോലൈസിസ് പ്രോസസ്സ് നടന്നത് അവിടെ നിക്കലും അതുപോലെ ക്ലോറൈഡുമായിട്ട് അത് സെപ്പറേറ്റ് അയോൺസ് ആയിട്ട് മാറുകയും ഇവിടെ ആനോഡിൽ നിന്ന് വരുന്ന, ആനോഡായിട്ടുള്ള നിക്കലിൽ നിന്ന് വരുന്ന അയോൺസ് ഇവിടെ ഡിക്കമ്പോസ് ചെയ്ത് അവ ഇവിടെ കാഥോഡിന് വന്നിട്ട് പ്ലേറ്റിംഗ് നടത്തുകയും ചെയ്യും. അപ്പം ഇവിടെ പ്ലേറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് ആനോഡ് നിക്കലായിട്ടുള്ള ആനോഡ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ നമ്മൾ നിക്കൽ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ സ്ഥാനം നിക്കലിന് പകരം നമ്മൾ സിൽവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സിൽവർ പൊട്ടാസ്യം സയനൈഡ്, അതായത് സിൽവർ ആയിരിക്കും അവിടെ ആനോഡ്, അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആണ് സിൽവർ പൊട്ടാസ്യം സയനൈഡ്. ഓക്കെ, ഇനി അവിടെ ആനോഡ് യൂസ് ചെയ്തിട്ട് ആനോഡായിട്ടുള്ള സിൽവർ ആയിരിക്കും കാഥോഡിൻ്റെ മുകളിൽ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ആൾട്ടർ ദ അപ്പിയറൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതായത് നമുക്ക് കാണുന്ന അതിൻ്റെ ഒരു അപ്പിയറൻസ് മാറ്റുക. അതായത് ഗോൾഡ് പ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഗോൾഡ് കവറിങ് പോലെ, അതായത് നമ്മുടെ കയ്യിലുള്ള മറ്റു മെറ്റൽസിൻ്റെ മുകളിലൊരു ഗോൾഡ് കവറിങ് കൊടുത്ത് അതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക, അതൊരു എക്സാമ്പിളാണ്.
ഇനി അതുപോലെ തന്നെ പ്രൊവൈഡ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്, അതായത് നമുക്ക് പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുക്കാം. ഇപ്പം നമ്മൾ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ഗാൽവനൈസ്ഡ് സ്റ്റീലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അവിടെ സ്റ്റീലിൻ്റെ മുകളിൽ സിങ്കിനെ നമ്മൾ കോട്ട് ചെയ്തപ്പോൾ അവിടെ സ്റ്റീൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ സിങ്ക് നമ്മൾ കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിനെ സ്റ്റീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ അയണിന് നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സിങ്ക് വെച്ചിട്ട് കോട്ട് ചെയ്യാം. അപ്പം അയൺ ഈസ് കോട്ടഡ് വിത്ത് സിങ്ക് ടു അവോയ്ഡ് റസ്റ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, സ്റ്റീൽ ഈസ് കോട്ടഡ് വിത്ത് സിങ്ക് ടു അവോയ്ഡ് റസ്റ്റിംഗ്. അപ്പോൾ സ്റ്റീലിനെയും അതുപോലെ അയണിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിങ്ക് കൊണ്ട് കോട്ടിങ് കൊടുക്കാം. ഇനി മൂന്നാമത്തതാണ് ഗിവ് ദ ആർട്ടിക്കിൾ സ്പെഷ്യൽ സർഫേസ് പ്രോപ്പർട്ടീസ്, അതായത് പ്രത്യേക തരത്തിലുള്ള സർഫേസ് പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ടു മേക്ക് സോൾഡർ ഈസിയർ ടിൻ ഓർ ലെഡ് ഈസ് അപ്ലൈഡ് ടു കോപ്പർ. അതായത് കോപ്പറിന് മുകളിൽ നമ്മൾ ടിന്നും ലെഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുകയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് അതിനെ സോൾഡർ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് സഹായകമാകും. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിളാണ് നമ്മൾ ടിന്ന് പ്ലേറ്റഡ്, അതായത് ടിന്ന് കോപ്പർ കണ്ടക്ടറിൻ്റെ മുകളിൽ ടിൻ പ്ലേറ്റ് യൂസ് ചെയ്തതാണ്. അതുപോലെ ഇവിടെ കോപ്പർ സോക്കറ്റിൻ്റെ മുകളിൽ ടിന്ന് ഉപയോഗിച്ച് നമ്മൾ പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടിന്ന് ഉപയോഗിച്ച് പ്ലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ സോൾഡറിങ് ഏറ്റവും എളുപ്പമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.